ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സണ്ണി സാർ ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴുള്ള നെയിമിംഗ് ഒക്കെ പഠിച്ചു. അപ്പോൾ പാർട്ട് 1 to 4 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഒരു സമ്മറിയാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് നോക്കി ഫില്ല് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാണ്. ഫോർ എക്സാമ്പിൾ OH. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് സഫിക്സ് ആണ്. അതായത് OH വരുമ്പോൾ നിങ്ങൾ ഈ പ്രൈമറി എയിനിക്ക് ശേഷം എന്ത് ചേർക്കണം? OL. ഇത് കൊടുത്തിരിക്കുന്നത് അതിന്റെ നെയിം ആണ്. അതിന്റെ നെയിം എന്താണ്? OHന്റെ നെയിം എന്താണ്? ഹൈഡ്രോക്സിൽ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, OH തുടങ്ങുന്ന ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്തുള്ളതിന്റെ നെയിം എന്താണ്? അപ്പൊ ഹൈഡ്രോക്സിൽ എന്ന് നിങ്ങൾ പറയാൻ പറ്റണം. ഓക്കെ, ഇതിന്റെ കോമൺ നെയിം ഇവിടെ കൊടുത്തിരിക്കുന്നത് കോമൺ നെയിം ആണ്. കോമൺ ആയിട്ടുള്ള നെയിം ആണ്. കോമൺ, അത് ആൽക്കഹോൾ എന്നാണ്. ഹൈഡ്രോക്സിൽ ആൽക്കഹോൾ. കിട്ടിയോ? അടുത്തത് COH വന്നു കഴിഞ്ഞാല് അത് നമ്മൾ ചേർക്കേണ്ടത് ഓയിക് ആസിഡ് എന്നുള്ള വാക്കാണ്. ഇവിടെ എന്താ ചേർക്കേണ്ടത്? OHന് OL, COHന് ഓയിക് ആസിഡ്. അതിന്റെ പേര് കാർബോക്സിൽ എന്നാണ്. അതിന്റെ കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ്. അടുത്തത് CHO എന്ന് വന്നു കഴിഞ്ഞാല് ഏൽ ചേർക്കണം. ഓക്കെ, സഫിക്സ് ആയിട്ട്. അതിന്റെ പേര് ആൽഡിഹൈഡിക്കുന്നതാണ്. കോമൺ നെയിം ആൽഡിഹൈഡ്. അടുത്തത് C+O എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചേർക്കേണ്ട സഫിക്സ് 1 എന്നാണ്. ONE. അതിന്റെ നെയിം കീറ്റോ, കോമൺ നെയിം കീറ്റോൺസ്. ക്ലിയർ? അടുത്തത് OR. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആൽക്കോക്സി ആൽക്കീൻ. ഏത് ആളാണോ ഈ ഓയുടെ അപ്പുറം വരുന്നത് അതനുസരിച്ച് മാറും. എങ്ങനെയാണ് നെയിമിംഗ് എന്നുള്ളത് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെയിമിങ്ങും ഇന്ന്, അതുപോലെ തന്നെ ലെറ്റസസിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോ ആൽക്കോക്സി എന്നാണ് അതിന്റെ നെയിം. കോമൺ നെയിം ഈതർ ആണ്. ലാസ്റ്റ് വൺ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചേർക്കേണ്ടത് ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, അയഡിൻ ആണെങ്കിൽ അയോഡോ. ഇത് എന്തായാലും പഠിക്കണം, എന്നാലും നമുക്ക് നെയിമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. എന്താണ് അതിന്റെ നെയിം? ഹാലോ. എന്താണ് അതിന്റെ കോമൺ നെയിം? ഹാലോ കോമ്പൗണ്ട്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ബുക്കിലേക്ക് എഴുതുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം കാണാപ്പടം പഠിക്കുക. പാർട്ട് 4 കാണാത്തത് കണ്ടു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ള നെയിമിംഗ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 6 പേരുടെ അത് ഭംഗിയായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ കാണൂ. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സാർ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ആദ്യം നിങ്ങൾ പോസ് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്ത് നെയിമിംഗ് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ വീണ്ടും കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് പഠിച്ചെടുക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഒരാഴ്ച കഴിയുമ്പോൾ ഒരു തവണയും കൂടി കാണാം. എന്നാലാണ് നമുക്കത് റിഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു തവണ കൂടി കാണുമ്പോൾ ഇങ്ങനെ ഓടിച്ചൊന്നും കാണരുത്. പഴയ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒക്കെ ചെയ്ത് നോക്കുക. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് നെയിമിംഗ് നോക്കാം. അതിനുശേഷം നമുക്ക് ലെറ്റസസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ആൻസറുകൾ നോക്കാം. അതിനുശേഷം നമ്മൾ ഒരു ലാസ്റ്റ് ടോപ്പിക് എടുക്കും, ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണ്. മനസ്സിലായോ? അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയും. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഐസോമറുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി ഈ ചാപ്റ്ററും കഴിയും. ഓക്കെ, ക്ലിയർ? യെസ്. മക്കളെ, സാർ ഇവിടെ 2 കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് സാർ ചെയ്തു തുടങ്ങിയാണ്. എങ്ങനെയാണ് ആദ്യം നമ്മൾ ചെയിൻ സെലക്ട് ചെയ്യേണ്ടത്? ചില കുട്ടികൾ ഫസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ OH ഉള്ള ഇത് സെലക്ട് ചെയ്യാമെന്ന്. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്താൽ 1, 2 കാർബൺ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മളുടെ തിയറി എന്താണ്? OH ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം, പക്ഷെ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി OH ഗ്രൂപ്പിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പോ ഇവിടെ 2 നമ്പർ ഇടേണ്ടി വരും. കാരണം ഇവിടെ നിന്നിട്ട് 1, 2, 3 രണ്ടാമത്തെ പൊസിഷനാണ് OH വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 2 റൂൾ. ഫസ്റ്റ് സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ ചെയിൻ സെലക്ട് ചെയ്യുക. ആൻഡ് പൊസിഷൻ, നമ്പറിംഗ് ഇടാം. നമ്പറിംഗ് ഇസ് ഡൺ ബൈ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
OH ഗ്രൂപ്പ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഗെറ്റ് ലോവസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ഇടാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോ 3 കാർബൺ കിട്ടി. അപ്പോ എഴുതേണ്ട വേർഡ് റൂട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? പ്രൊപ്പ്. എന്താണ്? പ്രൊപ്പ്. ഓക്കെ, യെസ്. ഇവര് തമ്മിൽ സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ANE. ഇതാണ് മക്കളെ പ്രൈമറി സഫിക്സ്. അതായത് വേർഡ് റൂട്ടിന് ശേഷം എഴുതേണ്ട സഫിക്സ് ആണ് പ്രൈമറി സഫിക്സ്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്കൻഡറി സഫിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ വേർഡ് റൂട്ടിന് ശേഷമുള്ള പ്രൈമറി സഫിക്സിന് ശേഷമുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതണം? ഈ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ സഫിക്സ് എഴുതണം. നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു OH വന്നാൽ എന്താണ് സഫിക്സ്? OL. സോ ഐ പുട്ട് OL ഹിയർ. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ച് ആണ്. ഇവിടെ ഒരു കാർബണിന്റെ ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ ബ്രാഞ്ച് വന്ന അതിന്റെ പേരെന്താണ്? മീഥാൽ. CH3 ആണത്. മീഥാൽ CH3. യെസ്. അപ്പോ അതെവിടെ ചേർക്കേണ്ടത്? അത് പ്രിഫിക്സ് ആണ്. എന്താണത്? പ്രീഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് റൂട്ടിന് മുന്നിൽ ചേർക്കേണ്ടത്. സഫിക്സ് എന്ന് പറഞ്ഞ വേർഡ് റൂട്ടിന് ശേഷം അത് 2 വരാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി. ഈ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സെക്കൻഡറി. അപ്പൊ ഞാനിവിടെ ചേർത്തു മീഥാൽ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ബേസിക്. ഇനിയാണ് നമ്മൾ പൊസിഷൻസ് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ മീഡിയയിൽ എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത്? 2ാമത്തെ കാർബണിൽ. അപ്പൊ മീഡിയലിന് മുന്നിൽ 2 ഒരു ഹൈഫൻ. അതുപോലെ OL എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത്? 2ാമത്തെ കാർബണിൽ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ഒരു പൊസിഷൻ 2 ചേർക്കണം. ഇവിടെ ഒരു പൊസിഷൻ, ഇവിടെ ഒരു പൊസിഷൻ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സും അടുപ്പിച്ച് വരുമ്പോ അത് രണ്ടും സ്വരാക്ഷരങ്ങളാണെങ്കിൽ, കണ്ടോ, ഇത് 2 വൗവൽസ് ആണ്. ഇങ്ങനെ 2 വൗവൽസ് അടുപ്പിച്ച് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ഇ എന്നിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? 2 മീഥാൽ പ്രൊപ്പ്. AN. ഈ ചേർക്കാൻ പാടില്ല. പൊസിഷൻ 2 OL. ഈ പൊസിഷൻ ഒരു നമ്പറും വേർഡും തമ്മിൽ ഹൈഫൻ വേണം. സോ ഹൈഫൻ. സോ ദിസ് ഈസ് ദ നെയിം. കിട്ടിയോ? 2 മീഥൈൽ പ്രൊപ്പൻ 2 OL. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമുക്ക് 2ാമത്തെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ വരുമ്പോ ചില കുട്ടികൾ ചാടിക്ക് ഇറങ്ങി എടുക്കും. 1 2 3 4 5 6 ലോങ്സ്റ്റ് ചെയിൻ. കണ്ടോ? അപ്പൊ എന്ത് മറന്നുപോയി? OH ഉൾപ്പെടുന്ന ചെയിൻ സെലക്ട് ചെയ്യണമെന്ന് പറയുന്ന നിയമം മറന്നു. അങ്ങനെ ആവാൻ പാടില്ല മക്കളെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് OH അടങ്ങിയിട്ടുള്ള ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ OH അടങ്ങിയിട്ടുള്ള ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ 1 2 3 വരും. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ എത്ര വരും? 1 2 3 4 5 വരും. പിന്നെയോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പൊ എത്ര വരും? 1 2 3 4 5 6 വരും. കണ്ടോ? അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും നീളം കൂടിയ ചെയിൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, മാത്രമല്ല ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് വരുന്ന ചെയിനും സെലക്ട് ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ നീളമുള്ള ചെയിൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ 2 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരേപോലെ നിങ്ങൾ 2 രീതി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2 രീതിയിൽ സെലക്ട് ചെയ്യുമ്പോഴും എന്താണ്? ഒരേ നമ്പറാണ് കിട്ടണമെങ്കിൽ പിന്നെന്താ നോക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് വരുന്ന ചെയിൻ സെലക്ട് ചെയ്യണം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇവിടെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പൊ OHന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പൊ OHന് ഞാൻ 1 എന്നിട്ടു. ഇവിടെ 2 3 4 5 6 നമ്പറിംഗ് കഴിഞ്ഞു. അപ്പൊ 6 കാർബൺ വന്നുകൊണ്ട് വേർഡ് റൂട്ട് എന്ത് ചേർക്കണം? വേർഡ് റൂട്ട് മക്കളെ എന്ത് ചേർക്കണം? പറ. വേർഡ് റൂട്ട് എന്ത് ചേർക്കണം? ഹെക്സ്. 6 കാർബൺ വന്നുകൊണ്ട് എന്ത് ചേർക്കണം? ഹെക്സ്. കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോ പ്രൈമറി സഫിക്സ് വേർഡ് റൂട്ടിന് ശേഷം ചേർക്കേണ്ടത് പ്രൈമറി സഫിക്സ് എന്ത് ചേർക്കണം? ANE. ക്ലിയർ? യെസ്. ഇനി എന്താണ്? OH ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. OH ആണ്. OH വന്നാൽ എന്ത് ചേർക്കണം? OL. അപ്പൊ സെക്കൻഡറി സഫിക്സ് അതായത് പ്രൈമറി സഫിക്സിന് ശേഷം ചേർക്കേണ്ടത് OL. അതും ക്ലിയർ ആയി സാർ?
ബ്രാഞ്ചസ് ഇവിടെ ഒരു കാർബണുള്ള ബ്രാഞ്ച്, ദിസ് ഇസ് CH3, ദിസ് ഇസ് CH3. കണ്ടോ, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിന്റെ പേര് അല്ലെ, ബ്രാഞ്ചിന്റെ പേര് അതെന്താണ്? പ്രിഫിക്സ്. വേറൊരു മുന്നിൽ ചേർക്കേണ്ടത് അത് മീഥൈൽ. കിട്ടിയോ? മീഥൈൽ. ഈ ബ്രാഞ്ച് ഇതും മീഥൈൽ, ഇതും മീഥൈൽ. കണ്ടോ, രണ്ട് മീഥൈൽ വരുമ്പോ എന്ത് ചേർക്കണം? ഡൈമീഥൈൽ. ഡൈമീഥൈൽ. കിട്ടിയോ? ഇനിയാണ് പൊസിഷൻ. OH ഗ്രൂപ്പ് ഏതിലാ വരുന്നത്? ഒന്നാമത്തെ കാർബണിലാണ്. അപ്പൊ 1OL. കണ്ടോ പൊസിഷൻ. ഇനി മീഥൈൽ വരുന്ന എത്രാമത്തെ കാർബണിലാണ്? ഒന്ന് രണ്ടാമത്തെ കാർബണിൽ വരുന്നുണ്ട്, പിന്നെ ഒരെണ്ണം നാലാമത്തേൽ വരുന്നുണ്ട്. അപ്പൊ ഡൈമീഥൈലിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2,4. കണ്ടോ? അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പേര് എഴുതാൻ എളുപ്പമായി. പേര് എഴുതാൻ എളുപ്പമായി. എന്താ ചെയ്യേണ്ടത്? ആദ്യം വേർഡ് റൂട്ട് എഴുതുക, ഹെക്സ്. ഹെക്സ്. പ്രൈമറി സഫിക്സ് എഴുതുക, ANE പ്ലസ് ANE പ്ലസ് സെക്കൻഡറി സഫിക്സ് എഴുതുക, OL, 1OL. ക്ലിയർ? ദെൻ അതിന് മുന്നിൽ എന്ത് എഴുതണം? ബ്രാഞ്ച് പ്രിഫിക്സ് എഴുതുക, ഡൈമീഥൈൽ. 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 ഓക്കെ. ദെൻ അതിന്റെ മുന്നിൽ അതിന്റെ പൊസിഷൻ പറ, 2,4 ഹൈഫൻ. ഇത്രയും എഴുതി കഴിഞ്ഞ ശേഷം ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ E ആണ്, ഇവിടെ O ആണ്, രണ്ടും വവ്വലാണ്. സോ E ഡ്രോപ്പ് ചെയ്യണം. ഇനി എല്ലാം കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 2,4 ഡൈമീഥൈൽ ഹെക്സ് AN-1OL. AN-1OL. This is the name. 2,4 dimethyl hexane-1OL. ഓക്കെ. അപ്പൊ മക്കൾ അടുത്ത എക്സാമ്പിൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് OH-ന്റെ തന്നെയാണ്. പക്ഷെ എന്താണ് പ്രത്യേകത? ഇവിടെ 2 OH ഉണ്ട്, ഇവിടെ 1, 2, 3 OH ഉണ്ട്. അപ്പൊ 2 OH വരുമ്പോൾ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യേണ്ടത്, 3 OH വരുമ്പോൾ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ 2 OH വരുന്ന കേസുകൾ നോക്കാം. 2 OH വരുമ്പോൾ നമുക്കറിയാം OH-ന്റെ സഫിക്സ് എന്താ? OL ആണ് അല്ലെ? രണ്ടെണ്ണം വരുമ്പോൾ ഡൈ ചേർക്കണം. അപ്പോ എന്ത് വരും? DiOL. ഡയോൾ. ഓക്കെ. അതുപോലെ ഇവിടെ 3 OH ഉണ്ട്, 1, 2, 3. അപ്പൊ ഇതിന്റെയും സഫിക്സ് OL ആണ്. നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രൈ. ട്രൈ OL. 3 വരുമ്പോൾ എന്ത് ചേർക്കണം? ട്രൈ. 2 വരുമ്പോൾ എന്ത് ചേർക്കണം? ഡൈ ചേർക്കണം. അപ്പൊ DiOL, ഇവിടെ എന്താണ്? ട്രൈ OL. ഈ കാര്യം മാത്രമേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് എഴുതാം. അപ്പൊ ഇവിടെ എവിടെ നിന്ന് നമ്പർ എടുത്താലും കുഴപ്പമില്ല, കാരണം 2 അറ്റത്ത് കിടക്കും. ഇത് കാർബൺ 1, ഇത് കാർബൺ 2, 2 കാർബൺ ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്താണ് വരാം? 2 കാർബണുകളുണ്ട്, എത്ത്. ഓക്കെ. ഇവര് തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൈമറി സഫിക്സ് എന്ത് വരാം? ANE. ഓക്കെ. ഇനി സെക്കൻഡറി സഫിക്സ് നമ്മളിപ്പോ കണ്ടു, 2 ഓയിൽ ഉള്ളതുകൊണ്ട് DiOL. DiOL. ഓക്കെ, അതും മനസ്സിലായി. അപ്പോ അത്രയും കഴിഞ്ഞു. ഇനി ഇത് ബ്രാഞ്ചസ് ഉണ്ടോ? ബ്രാഞ്ചസ് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ. ക്ലിയർ? യെസ്. ഇനി പറയേണ്ടത് ഈ ഡയോളിന്റെ പൊസിഷൻ ആണ്, ഇതിന്റെ സ്ഥാനമാണ്. ഇത് ഒന്നാമത്തെ കാർബണിലുണ്ട്, രണ്ടാമത്തെ കാർബണിലുണ്ട്. അപ്പൊ 1,2. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പേര് എഴുതണം. അപ്പൊ ആദ്യം വേർഡ് റൂട്ട് എഴുതി, എത്ത്. ഓക്കെ, ക്ലിയർ? ദെൻ എന്താണ്? സിംഗിൾ ബോണ്ട്. അപ്പൊ ANE. ഓക്കെ, ക്ലിയർ? ഇനി ചേർക്കേണ്ടത് ഡയോൾ. അതിന്റെ പൊസിഷൻ പറയണം. എന്താണ്? -1,2 ഹൈഫൻ എന്ത് ചേർക്കണം? ഡയോൾ. അപ്പൊ സാറെ ഇവിടുന്ന് ഈ കളയണ്ടേ? കളയാൻ പാടില്ല. വളരെ വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ട് കളയാൻ പാടില്ല? കാരണം ഡയോൾ വരുമ്പോൾ ഇവിടെ D ആണ്. D എന്ന് പറയുന്ന ഒരു വവ്വൽ അല്ല. ഒരു വവ്വലും അടുപ്പിച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഇവിടെ OL മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഈ കളഞ്ഞെഴുതണം. ഇവിടെ OL-ന്റെ കൂടെ ഒരു D വരാനുണ്ട്, DI. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വവ്വൽ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഈതേൻ 1,2 ഡയോൾ എന്നാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? വെരി സിമ്പിൾ. 1, 2, 3. 3 കാർബൺ ഉണ്ട്. വേർഡ് റൂട്ട് എന്താണ് മക്കളെ? 3 കാർബൺ ഉണ്ടെങ്കിൽ
പ്രൊപ്പ. 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ. അടുത്തത് ഇത് കാർബൺ കാർബൺ തമ്മിൽ എന്ത് ബോണ്ടാണ്? കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. സോ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് ANE. ഓക്കെ. അടുത്തത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? OH ആണ്. അത് സെക്കൻഡറി സഫിക്സ് ആണ്. അതിന്റെ പേര് ഓയിൽ എന്നാണ്. പക്ഷെ 3 വന്നിട്ടുള്ളത് ട്രൈയോൾ. അപ്പോ സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് ട്രയോൾ. ഇനി ഇതിന്റെ പൊസിഷൻ പറയണം. ഇത് 1ാമത്തേലും 2ാമത്തേലും 3ാമത്തേലുമാണ്. അപ്പൊ പൊസിഷൻ വരുന്നത് 1, 2, 3 ഹൈ. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോ പ്രോപ്പർ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അതുപോലെ സഫിക്സിന്റെ പൊസിഷൻ പറയാം 1, 2, 3 ട്രൈOL. സോ ഇവിടെ ഈ ഡ്രോപ്പ് ചെയ്യണോ? പാടില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീയിലാണ്, ഓയിലല്ല. മനസ്സിലായോ? സോ ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റേ നിങ്ങൾ ഓർത്തിരിക്കും. അതുകൊണ്ടാണ് സാർ ഇത് പഠിപ്പിച്ചത്. ഓക്കെ. ഇത് നിങ്ങൾ എക്സാമിന് ചോദിക്കൂലെന്ന് ഉറപ്പില്ല, കാരണം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ ഞാൻ എന്ത് ചെയ്യണം, ഈ ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ച് നമ്മൾ അവിടെ നിന്ന് പോകും. ഓക്കെ. അപ്പൊ ഈ ഒരു റൂളും കൂടി മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഒരെണ്ണം സാർ എഴുതിയിട്ടുള്ളൂ. അതോടുകൂടി നമ്മൾ ഓയിൽസിന്റെ കാര്യം നെക്സ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ സാധാരണ നമ്മൾ കാണാറ് പോലെ CCC അങ്ങനെ എഴുതിയിട്ടില്ല. ഇവിടെ ഒരു ബ്രാഞ്ച് ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, അതിന്റെ മോളിക്കുലർ ഫോർമുല രൂപത്തിൽ. ഇത് നമുക്കറിയാം, 2 കാർബൺ ഉണ്ടെങ്കിൽ 8. കണ്ടോ, ഒരു ഹൈഡ്രജൻ കുറവാണ്. അപ്പൊ അതെന്താണ്? YL. ഈ തായ് ഇത് ഈതയിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് പ്രിഫിക്സ് ആണ്, ഈതയിലാണ്, ബ്രാഞ്ച് ആണ്. ഓക്കെ. ഇനി OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ചെയിൻ സാർ ഇങ്ങനെ സെലക്ട് ചെയ്തു. കണ്ടോ, 2 OH ഉണ്ടെങ്കിൽ 2 OH വരുന്ന ചെയിൻ സെലക്ട് ചെയ്തു. ഓക്കെ. ഇനി നമ്പറിംഗ് ഇടണം. നമ്പറിംഗ് ഇടുമ്പോ ഏറ്റവും അറ്റത്തൊരു OH ഉണ്ടെങ്കിൽ അത് 1 തുടങ്ങണം. 1, 2, 3, 4. കണ്ടോ? ക്ലിയർ? യെസ്. ഇനി എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 4 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മുടെ വേർഡ് റൂട്ട് എന്നുള്ളത് 4 ആയതുകൊണ്ട് ബ്യൂട്ട്. അതൊക്കെ. ഇനി പ്രൈമറി സഫിക്സ്, അതായത് വേർഡ് റൂട്ടിന് ശേഷം ചേർക്കേണ്ടത് എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കണം. എന്ത് ബോണ്ടാണ് ഇവിടെ? സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് ANE. ഓക്കെ. ഇനി സെക്കൻഡറി സഫിക്സ്, ഇവിടെ ആരാണുള്ളത്? OH ഉള്ളതുകൊണ്ട് എന്താണ്? OL. ഇനി ശ്രദ്ധിക്കണം, OH 2 ഉണ്ട്. അപ്പൊ എന്താണ്? ഡൈഓൾ. ഇനി അതിന്റെ പൊസിഷൻ ഇത് എവിടെയാണ് വരുന്നത്? 1ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും. പൊസിഷൻ വരുന്നത് 1, 3. അത്രയും മനസ്സിലായി. ഇനി ഇതിനകത്തൊരു പ്രിഫിക്സ് ഉണ്ട്. കാരണം ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് ഈതയിലാണ്. സോ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഈതായ്. ഈതയിൽ കിടക്കുന്ന എത്രാമത്തെ കാർബണിലാണ്? 2ാമത്തെ കാർബണിലാണ്. അപ്പൊ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം വേർഡ് റൂട്ട് എഴുതുക. ഓക്കെ, വേർഡ് റൂട്ട് എഴുതി, ബ്യൂട്ട്. പ്രൈമറി സഫിക്സ് എഴുതാം. വേർഡ് റൂട്ട് എഴുതി പ്രൈമറി സഫിക്സ് എഴുതാൻ പോകും. ANE. ദെൻ സെക്കൻഡറി സഫിക്സ് എഴുതാം. അപ്പൊ ഡയോൾ ആണ് അതിന്റെ പൊസിഷൻ പറയുന്നത്. 1, 3 ഹൈഫൺ ഡൈഓൾ. ഈ ഡ്രോപ്പ് ചെയ്യണോ? പാടില്ല. കാരണം ഇവിടെ എന്താണ്? ഒരു വവ്വൽ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിന് മുന്നിൽ എന്ത് എഴുതണം? പ്രിഫിക്സ് എഴുതണം. ഈതായ്. അതിന്റെ പൊസിഷൻ എഴുതണം 2. സോ ദ ആൻസർ ഈസ് 2 ഈതാൽ ബ്യൂട്ടേൻ 1, 3 ഡയോൾ. കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പൊ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്തോ. ഇത് ശരിയായിട്ടുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമോ, എന്റെ ശരിയായാലും തെറ്റിയവർക്ക് ഞാൻ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്ത എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. അതാണ് എന്റെ റെക്കമെൻഡേഷൻ. എന്നിട്ട് മാത്രം വീഡിയോ കാണുക, പോസ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ സാർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുന്ന ചെയിനിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന നമ്പർ കൊടുക്കണം. അപ്പൊ ഞാനിവിടെ നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4, 1, 2, 3, 4, 5 വരും. അപ്പൊ എപ്പോഴും ബ്രാഞ്ചുകൾ കൂടുതൽ വരുന്ന രീതിയിൽ വേണം നമ്പറുകൾ കൊടുക്കാൻ. ഞാൻ ഇങ്ങനെ കൊടുക്കും. ഓക്കെ. ഇപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ഞാൻ സെലക്ട് ചെയ്ത് ലോങ്സ്റ്റ് ചെയിൻ. ഇനി OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ആൾക്ക് നമ്പർ 1 എന്ന് കൊടുക്കണം. നമ്പർ 1, 2, 3, 4, 5. സോ 5 കാർബൺ ഉണ്ട്. സോ വേർഡ് റൂട്ട് എന്താ? വേർഡ് റൂട്ട് പെൻഡ്. 5 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് പെൻഡ്. ഇനി എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് ANE. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ്. അപ്പൊ സെക്കൻഡറി സഫിക്സ്, അതായത് ഇതിന് ശേഷം എഴുതേണ്ടത് OL. അത്രയും മനസ്സിലായി സാർ.
ഇവിടെ വന്നേക്കുന്ന ബ്രാഞ്ച് അത് എന്താണ് മീഥൈലാണ്. മീഥൈലാണ്. സോ പ്രിഫിക്സ് എന്ന് പറയുന്നത് മീഥൈൽ. ഈ മീഥൈലിന്റെ പൊസിഷൻ 3യിലാണ്, കാർബൺ 3യിലാണ്. സോ പൊസിഷൻ 3. ഇതെല്ലാം അവന് ചേർത്ത് എഴുതണം. അപ്പൊ വേർഡ് റൂട്ട് സാർ ആദ്യം എഴുതി പെൻഡ്. ഓക്കെ, ദെൻ പ്രൈമറി സഫിക്സ് എഴുതി ANE. ഇനി സെക്കൻഡറി സഫിക്സ് എഴുതുമ്പോൾ അതിന്റെ പൊസിഷൻ പറയണം. അത് 1ലാണ്. 1. ഓക്കെ, പൊസിഷൻ വിട്ടുപോകരുത്. പക്ഷെ ഇത് ഓയിലാണ്, ഇത് ഇയിലാണ്. കണ്ടോ, ഇത് രണ്ടും സ്വരാക്ഷരങ്ങളാണ്, വൗവൽസ് ആണ്. സോ അങ്ങനെ വന്ന സാർ എന്താ പറഞ്ഞത്? ഈ ഡ്രോപ്പ് ചെയ്യണം, ഈ കളയണം, ഈ എഴുതാൻ പാടില്ല. എന്നിട്ട് ബാക്കി എഴുതാം 1OL. പെൻഡൻ 1OL. ക്ലിയർ? ഞാൻ ഇതിന്റെ മുന്നിൽ എഴുതേണ്ടതാണ് പ്രിഫിക്സ്. അത് 3 മീഥൈൽ. then അതിന്റെ പൊസിഷൻ. സോ ദ ആൻസർ ഈസ് 3 methyl pentan 1OL. ഓക്കെ, എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ നെയിമിങ്ങിലേക്ക് പോവാം. അപ്പൊ സാർ ഇത് മാറ്റി കളയും. ഓക്കെ, ഇതിനകത്തേക്ക് വരുമ്പോ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു 1 2 3 4 ഇതാണ് വലിയ ചെയിൻ. 1 2 3 4 ഇതും ഒരു വലിയ ചെയിൻ ആയിട്ട് പോകും അല്ലെ? ഏത് സെലക്ട് ചെയ്യും? വെരി ഇമ്പോർട്ടന്റ്, CHO ഉള്ള ഇത് ഉൾപ്പെടുന്ന ചെയിൻ സെലക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോ എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്താൽ എത്ര വരും? 1 2 3 4. ഇങ്ങനെ സെലക്ട് ചെയ്താലോ 1 2 3 4. ഇങ്ങനെ സെലക്ട് ചെയ്താലോ 1 2 3. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഇങ്ങനെ സെലക്ട് ചെയ്ത എത്ര ബ്രാഞ്ച് വരും? 1 2. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത എത്ര ബ്രാഞ്ച് വരും? 1 2. അപ്പൊ എങ്ങനെ സെലക്ട് ചെയ്താലും 1 2 2 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 3 ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിലോ അതേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ തന്നെ എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ CHO എന്ന് പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ് ആണ്. ഇത് ആൽഡിഹൈഡ് ആണ്. ഇത് വരുമ്പോ നമ്മൾ ചേർക്കേണ്ടത് AL. എന്താണ് സഫിക്സ് ചേർക്കേണ്ടത്? സെക്കൻഡറി സഫിക്സ് AL. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ആ CHOയിലുള്ള കാർബണിന് 1 എന്ന നമ്പർ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ അതിന് 1 എന്ന് നമ്പർ ഇട്ടു. then ബാക്കിയുള്ളത് 2 3 4. സോ 4 കാർബൺ വന്നു. എന്റെ വേർഡ് റൂട്ട് എനിക്ക് കിട്ടി. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ബ്യൂട്ട്. ഇതിന്റെ ഇടയിൽ നോക്കുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ എനിക്ക് പ്രൈമറി സഫിക്സ് കിട്ടി ANE. ഇനി ഇവിടെ വന്നിരിക്കുന്ന CHO ആണ്, അത് AL ആണ്. അപ്പൊ എനിക്ക് സെക്കൻഡറി സഫിക്സും കിട്ടി. അതെന്താണ്? AL. മനസ്സിലായോ? AL. ഇനി ഞാൻ നോക്കേണ്ടത് ബ്രാഞ്ച് ആണ്. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, CH3. ഇതിന്റെ പേര് മീഥൈൽ. കിട്ടിയോ? ഇവിടെ 2 കാർബൺ ആവുന്നതാണ്. കണ്ടോ, ഇത് CH2 CH3. ഇതിന്റെ പേര് ഈഥൈൽ. ഇപ്പൊ 2 പേരുണ്ട് എന്റെ കയ്യിൽ. അപ്പൊ പ്രിഫിക്സ് ആയിട്ട് എനിക്ക് 2 പേരുണ്ട്. ഒന്ന് മീഥൈൽ, ഒന്ന് ഈഥൈൽ. മീഥൈലിന്റെ പൊസിഷൻ രണ്ടാമത്തെ കാർബണിൽ, ഈഥൈലിലെ 2 പേരുടെ പൊസിഷൻ സെയിം ആണ്. 2 ഈഥൈൽ 2 മീഥൈൽ. കണ്ടോ? ഇനി ഞാൻ വേർഡ് റൂട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് E ആണോ M ആണോ? E അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വരാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. മീഥൈലും ഈഥൈലും വരുമ്പോൾ ഈഥൈൽ E ആണ് ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റിക് ഓർഡറിൽ, M ആണ് പിന്നെ വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ റൂൾ. അപ്പൊ ഈഥൈൽ എഴുതിയതിനു ശേഷം മീഥൈൽ എഴുതിയതിനു ശേഷം അങ്ങനെ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേർഡ് റൂട്ട് എഴുതാം. സാറ് വേർഡ് റൂട്ട് എഴുതി ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഞാൻ എന്ത് എഴുതി? ANE. സിംഗിൾ ബോണ്ട് എഴുതി. ദെൻ AL. ഞാൻ ഇവിടെ എഴുതും. ശ്രദ്ധിക്കണം, ഇത് A, ഇത് E. രണ്ടും എന്താണ്? വൗവൽസ് ആണ്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. ബ്യൂട്ടേൻ. മനസ്സിലായോ? AL പൊസിഷൻ 1ലാണെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നിർബന്ധമില്ല. 1ലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, CHO 1AL. അത്ര കറക്റ്റ് അല്ലേ? അതായത് വേർഡ് റൂട്ട് എഴുതി, പ്രൈമറി സഫിക്സ് ANE എഴുതി, സെക്കൻഡറി സഫിക്സ് AL എഴുതി, ഇത് E, ഇത് A, 2 വൗവൽസ്. അപ്പൊ അതുകൊണ്ട് E ഡ്രോപ്പ് ചെയ്തു. അത്രയും ക്ലിയർ ആണ്. ഇനി ഇവിടെ 2 പേരെ എഴുതണം. ഒന്ന് മീഥൈൽ എഴുതണം, ഈഥൈൽ എഴുതണം. പക്ഷെ ആദ്യം വരേണ്ടത് ഈഥൈൽ, ദെൻ മീഥൈൽ. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? മീഥൈൽ.
ഈഥൈൽ. മീഥൈലിന്റെ പൊസിഷൻ പറയണം 2 ഹൈഫൻ മീഥൈൽ. ദെൻ അതിന്റെ മുന്നിൽ എന്ത് വേണ്ട, ഈഥൈൽ വേണ്ട. അപ്പൊ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട് എഴുതാൻ ഈഥൈൽ 2 ഉണ്ടോ. അതായത് നമ്മളൊരു അക്ഷരങ്ങളും അക്കങ്ങളും എഴുതുമ്പോൾ, നമ്പേഴ്സും വേർഡും എഴുതുമ്പോൾ ഹൈഫൻ വേണം. ഇതാണ് എന്റെ പേര്. 2 ഈഥൈൽ 2 മീഥൈൽ ബ്യൂട്ടൻ 1 AL. ക്ലിയർ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. കുറച്ചും കൂടി അഡ്വാൻസ് ഉള്ള എക്സാമ്പിൾ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു തറമാവും. മനസ്സിലായോ? നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി അഡ്വാൻസ് വെച്ച് നമ്മൾ ആകെ കുഴഞ്ഞു പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രി ഒരു നെയിമിങ്ങും തെറ്റില്ല. 100% ഷുവർ. ഓക്കെ. അപ്പൊ കട്ടയ്ക്ക് കൂടെ നിന്നോ, നിങ്ങൾ ഫുള്ള് പഠിക്കാം. ഓക്കെ. നമുക്ക് അടുത്ത എക്സാമ്പിളിൽ പോവാം. നെക്സ്റ്റ് ആണ് എക്സാമ്പിൾ പ്രത്യേകതയുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് നോക്കാം, വേഗം ചെയ്യാം. CH ഉള്ള ആളാണെങ്കിൽ എന്താണ്, ആൽഡിഹൈഡ് ആണ്. സഫിക്സ് എന്താണ്, AL ആണ്. അതിന് ഫസ്റ്റ് 1 2 3 4 5 6 7 ഇങ്ങനെ കൊടുക്കാം. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് വരുന്ന രീതിയിൽ ചെയിൻ സെലക്ട് ചെയ്യണം. ഇങ്ങനെ, മനസ്സിലായോ? ഇങ്ങനെ സെലക്ട് ചെയ്താലും കിട്ടോ 1 2 3 4 5 6 7. അതും ശരിയാണ്, രണ്ടും ശരിയാണ്. ശ്രദ്ധിക്കേണ്ടത് CHOയും ഡബിൾ ബോണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഉൾപ്പെടുന്ന ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ. ഇത്ര അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ചോദിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ വന്നു ലഭിച്ചു. ഇതിനകത്ത് 7 കാർബൺ ഉള്ളത് കൊണ്ട് സാർ നേരിട്ട് എഴുതുന്ന പേര് ഹെപ്റ്റ്. മനസ്സിലാക്കാണല്ലോ, വേർഡ് റൂട്ട് ഹെപ്റ്റ്. ഇനി ഇവിടെ പ്രൈമറി സഫിക്സ് ആയിട്ട് ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് നമ്മൾ ചേർക്കേണ്ടത് ENE. അപ്പൊ അതിന്റെ പൊസിഷൻ പറയണം. അത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പൊസിഷൻ 3 സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ പറയണം. 3 ENE പ്ലസ് AL. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സ്വരാക്ഷര P ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. പ്ലസ് ഇവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, 2 കാർബൺ. അതുകൊണ്ട് എന്താണത്, ഈഥൈൽ. ഓക്കെ. അതിന്റെ പൊസിഷൻ വരുന്നത് 5ാമത്തെ കാർബണിലാണ്, 5. അത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ എന്താ എങ്ങനെ പേര് വരും, 5 ഈഥൈൽ ഹെപ്റ്റ് 3 EN AL. സാർ ചേർത്ത് എഴുതാൻ കാരണം ഫസ്റ്റ് കാർബണിലാണ് CHO. എപ്പോഴും CHO ഫസ്റ്റ് കാർബണിലായിരിക്കും. മിക്കവാറും അങ്ങനത്തെ കേസുകളെ വരത്തുള്ളൂ. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊസിഷൻ 1 AL എന്ന് എഴുതണമെന്നില്ല, ചേർത്ത് എഴുതിയാൽ മതി. 1 AL എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ. സോ 5 ഈഥൈൽ ഹെപ്റ്റ് 3 ENAL. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ ഏത് ഗ്രൂപ്പാണോ ഫസ്റ്റ് ഗ്രൂപ്പ്, കീറ്റോൺ. കണ്ടോ, ഇത് കീറ്റോൺ ആണ്. കണ്ടോ? ഓക്കെ. അത് ഉൾപ്പെടുന്ന കാർബൺ നമ്പർ കൊടുക്കുക 1 2 3 4 5. 5 കാർബൺ വന്നുകൊണ്ട് വേർഡ് റൂട്ട് പെന്റ്. ഓക്കെ. പ്രൈമറി സഫിക്സ്, ഇവിടെ പ്രൈമറി സഫിക്സ് സിംഗിൾ ബോണ്ട് ആണ്. കണ്ടോ, ഇത് സിംഗിൾ ബോണ്ട് ആണ്, അല്ലാണ്ട് ഈ ഡബിൾ ബോണ്ട് ഒക്കെ ഇത് ഓയുമായിട്ടാണ്, കീറ്റോൺ ആണത്. സോ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ഇനി സെക്കൻഡറി സഫിക്സ് ഇവിടെ വന്നിരിക്കുന്നത് കീറ്റോൺ ആണ്, CO. കണ്ടോ, കീറ്റോൺ. അതുകൊണ്ട് ചേർക്കേണ്ടത് 1 ONE. അത് വന്നിരിക്കുന്ന 2ാമത്തെ കാർബണിലാണ്. അപ്പൊ 2 1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് BR ആണ്. സോ പ്രിഫിക്സ് ചേർക്കേണ്ടത് BR വരുമ്പോൾ എന്താ ചേർക്കേണ്ടത്, ബ്രോമോ. ഓക്കെ, ബ്രോമോ. ഹാലജൻ ഗ്രൂപ്പ് ആണ്. അത് വന്നിരിക്കുന്ന കാർബണിന്റെ NF3 ആണ്, 3 ബ്രോമോ. സോ എന്തായിരിക്കും അതിന്റെ പേര്? അപ്പൊ വേർഡ് റൂട്ട് ആയതുകൊണ്ട് സാറ് പെന്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ. ഇത് എവിടെ ശ്രദ്ധിക്കണം, ഇത് വൗവലാണ്, ഇതും വൗവലാണ്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. ANE എഴുതണ്ട, -2 1. കണ്ടോ, സെക്കൻഡറി സഫിക്സ്. തൊട്ട് മുന്നിലായിട്ട് ബ്രോമോ എന്ന് എഴുതണം. ബ്രോമോ. എന്റെ പൊസിഷൻ എഴുതണം 3 ബ്രോമോ പെന്റ് 2 1. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഈ കൊടുത്തിരിക്കുന്നതിന്റെ പേരെന്താണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങള് ട്രിപ്പിൾ ബോണ്ട് ആണോ? കണ്ടോ, ട്രിപ്പിൾ ബോണ്ട്, 3 ബോണ്ട് ഉണ്ട്. അത് ഉൾപ്പെടുന്ന കാർബണിനെ സെലക്ട് ചെയ്ത് ഈ സാധനം എന്താ, C ഡബിൾ ബോണ്ട് H. അപ്പൊ നമ്മൾ CHO എന്ന് മാത്രം പഠിച്ച കുട്ടിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല, ഇത് കീറ്റോൺ ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഈ അറ്റത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് CHO ആണ്, C ഡബിൾ ബോണ്ട്
OH എന്ന് പറഞ്ഞാൽ CH ആണ്, ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ആൽഡിഹൈഡ് ആണ്. ദിസ് ഇസ് ആൽഡിഹൈഡ്. അപ്പൊ നമ്മൾ ചേർക്കേണ്ടത് AL. അത്ര കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് നമ്പർ 1 നമുക്ക് 1 2 3 4 5 5 വന്നു. സോ നമ്മുടെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെൻഡ് ആണ്, പെൻഡ്. ദെൻ പ്രൈമറി സഫിക്സ്. പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ YNE. സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണ്? CHO ആണ്. അപ്പൊ AL. ഓക്കെ, എന്റെ പൊസിഷൻ എഴുതേണ്ട, കാരണം ഇത് ഫസ്റ്റ് അറ്റത്തായിരുന്നു. ദെൻ ഈ പറഞ്ഞ YNEക്ക് പൊസിഷൻ ഉണ്ട്, കണ്ടോ? മൂന്ന് ബോണ്ട് വരുന്നത് എവിടെയാണ്? മൂന്നാമത്തെ കാർബണിലാണ്. സോ ഇതിന്റെ പൊസിഷൻ 3 ആണ്, 3YN. ഓക്കെ, അത് എഴുതണം. ഇനി ഇത് ബ്രാഞ്ച് ഒന്നും ഇല്ല, അപ്പൊ നമുക്ക് നേരിട്ട് പേര് എഴുതാം. പെൻഡ്. ഓക്കെ, പ്ലസ് എന്ത് എഴുതണം? 3YN. 3YN പ്ലസ് എന്താണ്? AL. അപ്പൊ ഇവിടുത്തെ രണ്ടും വോവലാണ്, അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. സോ ഫൈനൽ നെയിം പെൻഡ് -3YNAL. So this is the name, പെൻഡ് 3-YNAL. ഓക്കെ, ഇന്ന് നമ്മൾ LHSS കൂടി പഠിക്കും കേട്ടോ. ഇത് മാത്രമല്ല, LHSSലെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എനിക്കത് പറയേ വേണ്ട, അപ്പൊ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് CHO C-C ഡബിൾ ബോണ്ട് CHO. ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ OHC എന്ന് പറഞ്ഞാൽ തിരിച്ചു വായിക്കണം. CHO ഉണ്ടോ? CHO, ഇവിടെ CHO ഉണ്ട്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും ആൽഡിഹൈഡ് ആണ്, രണ്ടെണ്ണം വന്നു ആൽഡിഹൈഡ്. അത്രേ ഉള്ളൂ പ്രത്യേകത. ഇവിടെ 1 2 3 4 5 5 കാർബൺ വന്നു. 5 കാർബൺ വന്നുകൊണ്ട് വേർഡ് റൂട്ട് പെൻഡ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആണോ? അല്ല, ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ പ്ലസ് ENE പ്ലസ് ENEയുടെ പൊസിഷൻ ഇവിടുന്ന് നമ്പർ ഇട്ട സാർ. അപ്പൊ ENEയുടെ പൊസിഷൻ 2 ആണ്. ഇവിടുന്ന് നമ്പർ ഇടുമ്പോഴോ 1 2 3 വരും. അപ്പൊ എവിടുന്ന് നമ്പർ ഇടണം? ഇവിടുന്ന് നമ്പർ ഇടാം. ഓക്കെ, യെസ്. അപ്പൊ 2, പൊസിഷൻ 2. ഇനി ഇവിടെ വന്നേക്കണ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് AL ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഡൈ. അത്ര മനസ്സിലായല്ലോ? ഡൈ AL. അതിന്റെ പൊസിഷൻ 1ലും 5ലും. അപ്പൊ എന്താണ്? 1,5. എല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോ പെൻഡ് 2ENE-1,5 എന്താണ്? ഡൈ AL. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് D ആയതുകൊണ്ടാണ് സാർ ഈ ഡ്രോപ്പ് ചെയ്യാതെ എഴുതിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് വന്നെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? C ഡബിൾ ബോണ്ടോ, അത് കീറ്റോൺ ആണ്. അതിന്റെ സഫിക്സ് എന്ന് പറയുന്നത് 1 എന്നാണ് അതിന്റെ സഫിക്സ് വരുന്നത്. നമ്പർ ഇടാം 1 2 3 4. 4 വന്നുകൊണ്ട് ബ്യൂട്ട്. ഇത് തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്ലസ് ANE പ്ലസ് ഈ കീറ്റോൺ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 2ലും 3ലും കീറ്റോൺ. അപ്പൊ 2,3 ഡൈ ONE ഡൈ 1 കണ്ടോ? ഇത് ചേർത്ത് എഴുതുമ്പോ ബ്യൂട്ട് ANE-2,3 ഡൈ 1. എന്താണ് സാർ ഇവിടെ ഈ ഡ്രോപ്പ് ചെയ്യാൻ? ഞാൻ കാരണം ഇവിടെ ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത എക്സാമ്പിൾ
1 2 3 4 5. ഓക്കെ, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഇതാണ്. ഇവിടുന്ന് നമ്പർ ഇടുകയാണെങ്കിൽ 1 2 3 4 5. അപ്പൊ 1 2 3 4 5 ഇവിടെ നിട്ടാലും അങ്ങനെ തന്നെ എവിടെ നിന്നാണെങ്കിൽ ഇവിടെ. സോ ഞാൻ ഇവിടെ ലെഫ്റ്റ് ഇവിടെ നിന്നിട്ടുണ്ടോ ലെഫ്റ്റ് നിട്ടാലും സെയിം പൊസിഷൻ തന്നെ വരാം. 2 4 തന്നെ രണ്ടും വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ 5 കാർബൺ ഉണ്ട്. വേർഡ് റൂട്ട് എന്താണ് വെന്റ് പ്ലസ് സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ANE പ്ലസ് ഫംഗ്ഷൻ ഗ്രൂപ്പ് രണ്ടുപേരും ആരാണ് 1 കീറ്റോൺ ആണ്. അപ്പോ രണ്ടെണ്ണം ഉണ്ട് 2, 4 ഡൈ 1. സോ പേരെന്തെങ്ങനെ വരും വെന്റ് ANE -2, 4 ഡൈ 1. കിട്ടിയോ? വെരി ഈസി ആണ്. അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. One, 2, 3, 4 COOH. Cl. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ നിങ്ങൾ COH ഉൾപ്പെടുന്ന കാർബൺ 1 വരണം. അപ്പൊ എങ്ങനെ നമ്പർ ഇടും? ഇങ്ങനെ നമ്പർ ഇടും. കണ്ടോ? ക്ലിയർ? അപ്പൊ 1 2 3 4 നാലെണ്ണം വന്നു. നാലെണ്ണം വന്നുകൊണ്ട് വേർഡ് റൂട്ട് എന്താണ് ബ്യൂട്ട്. ഇത് തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ പ്രൈമറി സഫിക്സ് ANE. ഇവിടെ COH എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോ സെക്കൻഡറി സഫിക്സ് COH വന്നത് ഓയിക് ആസിഡ്, ഓയിക് ആസിഡ് അതാണ് അതിന്റെ സഫിക്സ്. ഇനി ഇവിടെ പ്രിഫിക്സ് ആയിട്ട് ക്ലോറിനും ഉണ്ട് മീഥൈലും ഉണ്ട്. സോ പ്രിഫിക്സ് നമുക്ക് ഇവിടെ രണ്ടുപേരുണ്ട്. ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറോ. ഓക്കെ, ഒരു കാർബൺ ഉള്ള മീഥൈലുണ്ട്. സോ മീഥാൽ. കിട്ടിയാലോ? കിട്ടി. ഇനി ക്ലോറിന്റെ പൊസിഷൻ എവിടെയാണ്? മൂന്നാമത്തെ കാർബൺ 3 ക്ലോറോ. മീഥൈലിന്റെ പൊസിഷൻ എവിടെയാണ്? രണ്ടാമത്തെ കാർബൺ 2 മീഥൈൽ. കിട്ടിയോ? യെസ്. അപ്പോ അത് കിട്ടി. ഇത് എങ്ങനെ എഴുതുന്നതിന്റെ ഓർഡർ നേരത്തെ പോലെ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പൊ ആരുണ്ട്? രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഒരു എന്താണ് റാഡിക്കൽ ഉണ്ട്. റാഡിക്കൽ കഴിഞ്ഞിട്ടായിരിക്കും ഫംഗ്ഷൻ ഗ്രൂപ്പ് വരിക. പ്രിഫിക്സിലെ കേസാണ് പറഞ്ഞത്. പ്രിഫിക്സിൽ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഒരു റാഡിക്കൽ ഉണ്ട്. അപ്പോൾ റാഡിക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ് എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ പേര് എഴുതും നോക്കാം നമുക്ക്. ബ്യൂട്ട് എന്ന് സാർ എഴുതി. ഓക്കെ, പ്ലസ് പ്രൈമറി സഫിക്സ് ANE പ്ലസ് ഓയിക് ആസിഡ്, സെക്കൻഡ് സഫിക്സ് ഓയിക് ആസിഡ്. ഇത്രയും കാര്യം എനിക്ക് ഓക്കെയാണ് സാർ. വേർഡ് റൂട്ട് എഴുതി, പ്രൈമറി സഫിക്സ് എഴുതി, സെക്കൻഡറി സഫിക്സ് എഴുതി. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഈ രണ്ടുപേരിൽ ആദ്യം ആരും എഴുതണം? 3 ക്ലോറോ എഴുതണം. മനസ്സിലായോ? അപ്പോ 3 ക്ലോറോ. അതിന് മുന്നിൽ മീഥൈൽ എഴുതണം. 2 മീഥൈൽ. മനസ്സിലായോ? 2 മീഥൈൽ 3 ക്ലോറോ. പിന്നെ അങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയും ഒരു ഓയും ആണ്. അപ്പൊ രണ്ട് ആൽഫബറ്റ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ വോവൽസ് അടുപ്പിച്ച് വന്ന് ഈ ഡ്രോപ്പ് ചെയ്യണം. എല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ 2 മീഥാൽ -3 ക്ലോറോ ബ്യൂട്ടൻ ഓയിക് ആസിഡ്. So this is the answer. Okay, അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് COOH, ഇങ്ങോട്ട് COH, then C ഡബിൾ ബോണ്ട് C ഹൈഫൻ COH. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? എവിടെ നിന്നാണെങ്കിൽ നമ്മുടെ 1 2 3 4 അല്ലെ, 4 കാർബൺ ഉണ്ട്. ഈ 4 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് വേർഡ് റൂട്ട്? വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടാണ്. ഓക്കെ, ഇനി പ്രൈമറി സഫിക്സ് ഈ ഇതിന് തമ്മിൽ എന്തെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ENE ഡബിൾ ബോണ്ട് ഇരിക്കേണ്ട പൊസിഷൻ പറയുന്ന രണ്ടാമത്തെ കാർബൺ ഇവിടെ നല്ല. അപ്പൊ രണ്ടാമത്തെ കാർബൺ 2 ENE. ഓക്കെ,
ദെൻ സെക്കൻഡറി സഫിക്സ്. സെക്കൻഡറി സഫിക്സ് ഇവിടെ COH രണ്ടെണ്ണം വന്നേക്കണം. COH HOOC എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വായിക്കണം. COH വന്നു കഴിഞ്ഞാൽ ഓയിക് ആസിഡ് രണ്ടെണ്ണം വന്നുള്ളതുകൊണ്ട് ഡൈ. അപ്പൊ അതിന്റെ പൊസിഷൻ പറയേണ്ടി വരും 1ലും 4ലും 1,4. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഇത് നമുക്ക് ചേർത്ത് എഴുതാം. ബ്യൂട്ട് പ്ലസ് ബ്യൂട്ട് പ്ലസ്. അപ്പൊ ആദ്യം വേറെ റൂട്ട് എഴുതി. ദെൻ എന്താണ് പ്രൈമറി സഫിക്സ് 2En പ്ലസ് സെക്കൻഡറി സഫിക്സ് 1,4 ഡൈഓയിക് ആസിഡ്. മക്കളെ ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഈ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ ഡി ആണ്. സോ ബ്യൂട്ട് -2En -1,4 ഡൈഓയിക് ആസിഡ്. കിട്ടിയാ? ബ്യൂട്ട് 2En 1,4 ഡൈഓയിക് ആസിഡ്. നെക്സ്റ്റ് എക്സാം. അടുത്ത എക്സാമ്പിൾ വരുന്നത് ഈതറുകളാണ്. CH3 CH2O CH2 CH3. ഇതിന്റെ പേര് ഇതാണ്. അപ്പൊ O സെന്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കുക ആൽക്കോക്സി ആൽക്കെയിൻ. ഓക്കെ, ഇത് രണ്ട് സ്ഥലത്ത് നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെയുള്ള രണ്ട് കാർബണിന്റെ പേര് എത്ത് വേർഡ് റൂട്ട്. ഇവിടെ രണ്ട് കാർബൺ ഇതിന്റെ പേര് എത്ത്. അപ്പൊ നമുക്കൊന്നും പേടിക്കാൻ. ഒരാളുടെ ഒപ്പം നമ്മൾ ചേർക്കേണ്ടത് ഓക്സി, ഒരാളുടെ ഒപ്പം ചേർക്കേണ്ടത് AN. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ. ഇത് ഏറ്റവും കുറവ് നമ്പർ ലെസ് കാർബൺ ആയിരിക്കണം. ഇത് ഗ്രേറ്റർ കാർബൺ. ഇത് കുറവ് നമ്പർ വരുന്നുണ്ട്, അപ്പൊ ഓക്സി ചേർക്കണം. ഇവിടെ രണ്ട് സ്ഥലത്തും സെയിം നമ്പർ ആണ്. ഇവിടെ രണ്ട് കാർബൺ, ഇവിടെ രണ്ട് കാർബൺ. കാർബണിന്റെ എണ്ണം ഇവിടെ 2, ഇവിടെയും കാർബണിന്റെ എണ്ണം 2. അപ്പൊ രണ്ട് സ്ഥലത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അതേസമയം ഇവിടെ ഒരു കാർബൺ ഉള്ളെങ്കിൽ അതിന്റെ ഒപ്പമാണ് ഓക്സി ചേർക്കേണ്ടത്. കിട്ടിയല്ലോ? ഓക്കെ. അപ്പോ ചേർത്ത് എഴുതുമ്പോ ഈത് ഓക്സി ഈത് AN. കണ്ടോ? ഈതും ചേർത്ത് ഇവിടുത്തെ കാർബണിന്റെ എണ്ണം പ്ലസ് ഓക്സി, ഈത് ഇവിടുത്തെ കാർബണിന്റെ എണ്ണം പ്ലസ് AN. കണ്ടോ? ഈത് ഓക്സി ഈതേൻ. അടുത്ത എക്സാമ്പിൾ. ഇതിന്റെ പേരെന്താ അറിയാം? ഇവിടെ നമ്മൾ 1 2 3 4 അല്ലെ, 4 വന്നു. 4 വന്നപ്പോ എന്ത് പേരെന്താണ്? ബ്യൂട്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. ക്ലിയർ? ഇവിടെ ക്ലോറിൻ ആവുന്നേ. ക്ലോറിൻ നമുക്കറിയാം പ്രിഫിക്സ് ആണ്. അപ്പൊ ക്ലോറോ. അത് വന്നിരിക്കുന്നത് എത്രാമത്തെ കാർബൺ? രണ്ടാമത്തെ കാർബൺ ആണ്. അപ്പൊ 2,2. എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ. അപ്പൊ എന്ത് ചേർക്കണം? DI. 2,2 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ ചേർത്ത് എഴുതിയാൽ മതി. 2,2 എന്താണ്? ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആൽക്കോസി ആൽക്കെയിൻ അത് ചിലപ്പോൾ അപ്പർ സ്റ്റൈലിൽ വരും. ഫോർ എക്സാമ്പിൾ CCOC ഇങ്ങനെ വരാം. ഇങ്ങനെ വരുമ്പോൾ എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ നോക്കും. അപ്പൊ ഇവിടെ കാണുന്നത് എത്ത്, ഇവിടെ കാണുന്നത് മെത്ത്. അവരെന്ത് ചെയ്യും? ഇതിന്റെ ഒപ്പം ഓക്സിജൻ. അങ്ങനെ ചെയ്യരുത്. കാർബൺ കുറഞ്ഞതിന്റെ ഒപ്പം ഓക്സിജൻ. ഇവിടെ മെത്തോറിനല്ലേ ഉള്ളൂ. അപ്പൊ മെത്ത് ഓക്സി കണ്ടോ? പ്ലസ് ഇത് എത്ത് എന്താണ്? ഇതിന്റെ കൂടെ എന്ത് ചേർക്കണം? AN മെത്തോക്സി ഈതേൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട്. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക നിങ്ങൾ. അതിന്റെ ബാക്കിൽ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളാണ് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ലേറ്റസ്റ്റ് SSL. ഓക്കെ, അതിനുശേഷം നമ്മൾ
ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട് ഐസോമേഴ്സിന് മുന്നിൽ. അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് അവസാനിക്കുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക, ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ലെറ്റ് സ്റ്റാർട്ട്, ലെറ്റസ് അസസ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻ അതിനകത്ത് നോക്കുക, ആൻസർ സാർ ചെയ്യുന്നതും നിങ്ങൾക്ക് ചിന്തിച്ചതും സെയിം ആണോ എന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ? ഹലോ മക്കളെ, അപ്പൊ നമ്മള് ലെറ്റസ് അസസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ കയ്യിലെടുത്ത് വയ്ക്കുക, അതിനകത്ത് ലാസ്റ്റ് പേജ് എടുക്കുക. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത്. ബാക്കിയുള്ളത് ഐസോമറിസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അടുത്ത വീഡിയോ എടുത്തതിന് ശേഷമേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജനെ ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാർബൺ ചുറ്റും 4 ബോണ്ട് വേണം. ഈ കാർബൺ ചുറ്റും 1 ബോണ്ടേ ഉള്ളൂ, 3 ബോണ്ട് മിസ്സിംഗ് ആണ്. ക്ലിയർ ആണോ? അതായത് കാർബൺ 4 ബോണ്ട് ഉണ്ട്, 1 ബോണ്ട് ഓൾറെഡി ഇങ്ങോട്ട് ഉണ്ട്, ബാക്കി 3 ബോണ്ട് ആരുമായിട്ടായിരിക്കും? ഹൈഡ്രജനുമായിട്ടായിരിക്കും. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 3 ഹൈഡ്രജൻ ഉണ്ടാവും. അതായത് ഒരു കാർബൺ എപ്പോഴും 4 ബോണ്ട് ഉണ്ടാകും, എല്ലായിടത്തും ഹൈഡ്രജൻ വന്ന് ചേർന്നെന്ന് വിചാരിക്കും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. എന്നാൽ ഈ ഒരു കേസിൽ 1 ബോണ്ട് തൊട്ടടുത്തുള്ള കാർബണുമായിട്ടാണ്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ? 3 ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ ഫില്ല് ചെയ്യണം. മനസ്സിലായോ? 1 2 3 3 ഹൈഡ്രജൻ, അപ്പോൾ CH3. ഓക്കെ, ഇവിടെ വരുമ്പോ 1 2 രണ്ടെണ്ണം ഓൾറെഡി പോയി, ഇനി 2 ബോണ്ട് ഉണ്ട്, അത് ഇവിടെയാണ് ഹൈഡ്രജൻ വന്ന് ചേരും. കണ്ടോ? അപ്പോ എത്ര ഹൈഡ്രജൻ ഇവിടെ വന്നു? 2 ഹൈഡ്രജൻ, CH2. ഇവിടെ വരുമ്പോ ഈ കാർബൺ 1 2 3 3 ബോണ്ട് ഉണ്ട്, ഇനി ഒരെണ്ണം ബാക്കിയുള്ളൂ, അപ്പൊ 1 ഹൈഡ്രജൻ. ഇവിടെ 1 ബോണ്ട് ഇങ്ങോട്ട് ഉണ്ട്, അപ്പൊ 3 എണ്ണം ബാക്കിയുണ്ട്, 3 ഹൈഡ്രജൻ. ഇവിടെ 1 ഇങ്ങോട്ട് അപ്പൊ രണ്ട് വേക്കന്റ് പൊസിഷൻ ഉണ്ട്. കണ്ടോ? അപ്പൊ ഹൈഡ്രജൻ അവിടെ വരുമ്പോ ഇതിന്റെ എത്രയാ വരാ? H2. ഇവിടെ 1 2 3 3 വേക്കന്റ് പൊസിഷൻ ഉണ്ട്, അപ്പോ ദിസ് ബിക്കം H3, CH3. അത്രയും കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ്. അതായത് എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എണ്ണി കൃത്യമായിട്ട് എഴുതിയാൽ മതി. വെരി ഈസിയാണ്. കാർബണിന് നോക്കാം. 1 2 3 4 5 6 കാർബൺ. ഓക്കെ, ഹൈഡ്രജൻ എണ്ണം നോക്കാം. ഹൈഡ്രജൻ എണ്ണം എപ്പോഴും നമ്മൾ വലിയ സംഖ്യകള് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാട്ടോ. ഇവിടെ 3 6 9 3 6 9. ഓക്കെ, അടുത്തത് 10 11 12 13 14 ഹൈഡ്രജൻ 14, C6H14. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? C6H14. ഓക്കെ, ഇനി നമ്പർ ഓഫ് കാർബൺസ്, എത്ര കാർബൺ ഇതിനകത്തുണ്ടെന്നാണ് ചോദ്യം. വെറും ചോദ്യമല്ല, അതിനകത്തൊരു കാര്യം സാറ് എഴുതിയിട്ടില്ല. പ്രധാനപ്പെട്ട ചെയിനിൽ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ ചെയിൻ സെലക്ട് ചെയ്യണം. നമ്മൾ UPSC നെയിമിംഗ് ചെയ്യുന്ന പോലെ ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ വരുന്നത് 1 2 3 4, ഇങ്ങനെ സെലക്ട് ചെയ്ത് 4 വരുള്ളൂ. 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്യാം, 5 എണ്ണം വരും. അപ്പോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ UPSC നെയിം എഴുതണം. ഇത്രയും നേരം ചെയ്ത നിങ്ങൾക്ക് ഇത് എന്തുവാ അല്ലെ? ഇതൊക്കെ എന്ത് ഈസിയാ. നമുക്ക് നമ്പർ ഇടാം. 1 2 3 4 5 5 എണ്ണം വന്നുകൊണ്ട് നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്? പെൻഡ്. ഓക്കെ, അത് മനസ്സിലായി. ഈ ഇതിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ നമ്മുടെ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ AN. ഇവിടെ നിങ്ങളുടെ ബ്രാഞ്ച് ഒരെണ്ണമാണ്, അത് മീറ്റയിലാണ്. അപ്പൊ നമ്മുടെ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീതാൽ. മീതലിന്റെ പൊസിഷൻ 3ാമത്തെ കാർബണിലാണ്, അപ്പൊ 3. ഇവിടെ നിടുമ്പോ 3, ഇവിടെ നിടുമ്പോ 3. ഓക്കെ, ഏറ്റവും കുറേ നമ്പർ വരുന്ന രീതിയിൽ ഇടണം. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ കേസിൽ 2 3 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എല്ലാം ചേർത്ത് എഴുതുമ്പോൾ വേർഡ് റൂട്ട് ആദ്യം എഴുതി, പെൻഡ്, ദെൻ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, ദെൻ മീഡിയൽ പ്രിഫിക്സ് ആണ് അതിന്റെ മുന്നിൽ എഴുതി, മീതാൽ, അതിന്റെ പൊസിഷൻ എഴുതി 3. സോ ദ ആൻസർ ഈസ് 3 മീതാൽ പെൻഡേൻ. ഇതാണ് നമ്മുടെ ലെറ്റസ് അസസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇനിയുമുണ്ട്. സാർ ബോർഡിൽ 4 എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേര് എഴുതാനാണ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ച് നിങ്ങൾക്ക് ഇതിന്റെ പേര് എഴുതാൻ പറ്റണം കേട്ടോ. സാർ ഇവിടെ ഹൈഡ്രജൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക.
ഓക്കെ, നമ്പർ ഇടാം. അപ്പൊ എവിടെ നിന്ന് നമ്പർ ഇട്ടാലും കുറെ നമ്പർ ഇടും. ഇവിടുന്ന് നമ്പർ ഇടണം. 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സ് ഹെക്സ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, ബ്രാഞ്ച് എന്താണ് ഇവിടെ? മീഥൈൽ. അപ്പൊ സാറിവിടെ മീഥൈൽ ചേർത്തു. ഓക്കെ, അതിന്റെ പൊസിഷൻ 3. സോ 3 മീഥൈൽ ഹെക്സേൻ എന്നാണ് അതിന്റെ പേര്. കിട്ടിയല്ലോ. സർവൈവൽ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ പേര് എഴുതണം. ഇതിന്റെ പേര് ഇവിടെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാണെന്നുള്ള നേരെ കിടക്കുകയാണ്. നമ്പർ ഇടാം 1 2 3 4 5 6. കാരണം ഈ ഡബിൾ ബോണ്ട് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. അപ്പൊ ഹെക്സ്. ഓക്കെ, ഡബിൾ ബോണ്ട് വരുന്ന രണ്ടാമത്തെ പൊസിഷൻ 2 EN. ഓക്കെ, അത്രേ ഉള്ളൂ. ഹെക്സ് 2 EN. അടുത്തത് ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം ആയിട്ടുണ്ട് സാറേ. ഇല്ല, അത് ട്രിപ്പിൾ ബോണ്ട് ആണ്. സോറി, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് 1 2 3 4 5 6. ഓക്കെ, ഇതേപോലെ തന്നെ ഹെക്സ് രണ്ടാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ എന്താണ്? YN. അത്രേ ഉള്ളൂ, വെരി ഈസി. അടുത്ത് 1 2 3 4 5. 5 കാർബണിന്റെ COH ഗ്രൂപ്പ് ആണ്. അപ്പൊ 1 2 3 4 5. ഈ കാർബൺ ഒന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് നമ്പർ ഇടണം. 5 വന്നുകൊണ്ട് പെന്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്ലസ് ഇവിടെ എന്താണ്? COH ഉള്ളത് കൊണ്ട് എന്താണ്? OIC ആസിഡ്. അപ്പൊ ഇത്രയും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓയും ഇയും വന്ന ഈ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ഇതിന്റെ പേര്? പെന്റനോയിക് ആസിഡ്. കിട്ടിയല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ ഇ വരുന്നത് CCH ഇങ്ങനെ വരുന്നത്. വെരി ഈസി ആണ് അതൊക്കെ. ഇവിടെ നമ്പർ 1 2 3 4. ഇത് ആൽഡിഹൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചേർക്കണം? AL ചേർക്കണം. 4 കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. CH വന്നതുകൊണ്ട് AL. എയും ഇയും വന്നുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യാം. സോ ബ്യൂട്ടനാൽ. കിട്ടിയില്ലേ? യെസ്. ഇനി എഫ്. അടുത്ത CC. പിന്നെ ഒരു CO, പിന്നെ ഒരു C. ഇതാണ് പേര്. ഓക്കെ, അപ്പൊ CO വന്നത് കീറ്റോൺ ആണ് കേട്ടോ മക്കളെ. ഇവിടെ 1 2 3 4 5. പെന്റ് എഴുതി. എന്താണ്? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, CO വന്നുകൊണ്ട് 1. CO വന്നതിന്റെ പൊസിഷൻ 2. അപ്പൊ എങ്ങനെ എഴുതും? ഇവിടെ ഈ മോയും ഉണ്ട്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. കണ്ടോ? സോ രാക്ഷന വോവൽസ് വന്നതുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യണം. സോ പെന്റൻ 2 1. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് G. ക്വസ്റ്റ്യൻ നമ്പർ G. ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കട്ടെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. 1 2 3 4. 1 2 3 4. ഇവിടെ ക്ലോറിൻ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 1 2 3 4. 4 വന്നുകൊണ്ട് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ക്ലോറിൻ വന്നതുകൊണ്ട് ക്ലോറോ പ്രിഫിക്സ്. 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഡൈ. പൊസിഷൻ 2. 2, 2 ഹൈഡ്രജൻ. ഓക്കെ, യെസ്. അടുത്തത് EFGH. ക്വസ്റ്റ്യൻ നമ്പർ H കേട്ടോ. അപ്പൊ അതിനകത്ത് 3 2 C OCC. ഇത് വെരി ഈസിയാണ്. ഇതിന്റെ അപ്പുറം ഇപ്പുറം 2 കാർബൺ ഉള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ഈത്തോക്സി ഈത്തൈൻ. ഓക്കെ, ഒരാളുടെ ഒപ്പം ഓക്സി ചേർക്കാം, ഒരാളുടെ ഒപ്പം ANE ചേർക്കാം. 2 സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ചെറുതാ. ഇവിടെ മെത്ത് ആയിരുന്നെങ്കിൽ മെത്ത് ആദ്യം എഴുതണം കേട്ടോ. അവിടെ വന്നു എന്ന് വിചാരിച്ച് ഇവിടെ വന്നേക്കണ ആദ്യം, അത് രണ്ടാമത്. അങ്ങനെയല്ല, നമ്പർ കുറവ് ഏതാണോ അത് ആദ്യം എഴുതണം. ഓക്കെ, HI വരുന്നത് CC ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C അല്ല C ആണ്. C
അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൽ നമ്മൾ എന്താണ് ചെയിൻ സെലക്ട് ചെയ്യണം. അതിന് ഏറ്റവും കുറേ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പൊ ഇവിടെ നിന്ന് ഇടുമ്പോൾ 1 2 3 4 വരും. ഇവിടെ നിന്ന് ഇടുമ്പോൾ 1 2, അപ്പൊ എവിടെ നിന്നാലും കറക്റ്റ് ആണ്. അപ്പൊ 4 വന്നുകൊണ്ട് ബ്യൂട്ട്. ഓക്കെ, പ്ലസ് ഡബിൾ ബോണ്ട് ഉണ്ട് രണ്ടാമത്തെ കാർബണിൽ 2 പ്ലസ് സഫിക്സ് വേറെ ഒന്നുമില്ല. അപ്പൊ അവിടെ നിന്നു പ്ലസ് ഇവിടെയാണ് ഇനി വരുന്നത് മീഥേൽ. ഓക്കെ, മീഥേൽ വരുന്നത് മൂന്നാമത്തെ കാർബണാണ്. അപ്പൊ 3 മീഥേൽ എല്ലാം ചേർത്ത് വരുമ്പോൾ 3 മീഥൈൽ ബ്യൂട്ട് ഹൈഫൻ 2 EN. 3 മീഥൈൽ ബ്യൂട്ട് 2 ഹൈഫൻ EN. ക്ലിയർ? ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിനകത്ത്, ഒരെണ്ണം കൂടി ഉണ്ട് ഇല്ലേ, HIJ വരെ ഉണ്ട്. സോ ഇങ്ങനെയായിരിക്കും മക്കളെ എക്സാമിന് ചോദിക്കുക. അപ്പൊ ഇതേ മോഡലായിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യത SSLC. ഓക്കെ, ജെ വരുന്നത് C ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് C. ഇതിന് ഇവിടെ CH3. സാർ CH3 ബാക്കിയില്ലാതെ നിങ്ങൾ ഹൈഡ്രജൻ കിട്ട് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ ആ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്പർ 1 2 3 4 അങ്ങനെ ഇടാം. 4 കാർബൺ ഉള്ളതുകൊണ്ട് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആണോ? അല്ല, ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ YNE. അപ്പൊ 1 YNE ആണ്. പ്ലസ് ഇവിടെ ഒന്നുമില്ല, സെക്കൻഡറി വേറെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നുമില്ല. ദിസ് ഈസ് CH3. അപ്പൊ CH3 വന്നുകൊണ്ട് ഇവിടെ എന്താണ്? മീഥൈൽ. മീഥൈൽ എത്രാമത്തെ കാർബണിലാണ് വരുന്നത്? മൂന്നാമത്തെ കാർബണിലാണ്. സോ 3 മീഥൈൽ. മക്കളെ അപ്പൊ ഇവിടെ സംശയം കുട്ടികൾക്ക് വരും, സാറേ ഇതിന് ഏറ്റവും കുറവ് നമ്പർ വരുന്നത് നമ്പർ ഇടുന്നത്. അങ്ങനെയല്ല, നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് പ്രിഫറൻസ്. അതായത് ആ ട്രിപ്പിൾ ബോണ്ടിന് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ഇടാൻ. ഓക്കെ, യെസ്. അപ്പോ 3 മീഥൈൽ ബ്യൂട്ട് ഹൈഫൻ 1 ഹൈഫൻ YNE. ഈ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടിന്റെ മുന്നിൽ അതിന്റെ പൊസിഷൻ നമ്മൾ ഇടണം. ഓക്കെ, ഒന്നാണെങ്കിൽ ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇട്ടോ. ഓക്കെ, 1. അതിന്റെ തൊട്ട് അപ്പുറം ഇപ്പുറം എന്താണ് ഒരു ഹൈഫൻ ഇടുന്ന കാര്യം മാർക്ക്. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ വരയ്ക്കാനാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം ഈ പ്രൈമറി സഫിക്സിന് മുന്നേ കിടക്കുന്ന ആളാണ് വേർഡ് റൂട്ട് ഹെക്സ്. ഹെക്സ് വന്ന കാർബൺ 6, 6 കാർബണാണ്. അപ്പൊ ആദ്യം നേരെ 6 കാർബൺ വരയ്ക്കണം. 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ വരച്ചു. ഇനി ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. ഇല്ല, ANE ആണ്. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ. ഇനി ഇവിടെ വരുന്നത് മീഥേൽ ആണ്. മീഥേൽ അത് ട്രൈ ആണ്, 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 സ്ഥലത്ത് മീഥേൽ വരും. വരുന്നത് 2ലും 2ലും 3ലും. അപ്പൊ നമ്മൾ ആ നമ്പർ ഇട്ടോട്ടോ. 1 2 3 4 5 6. അപ്പൊ 2ല് പിന്നെയും 2ല് പിന്നെ 3ല് കണ്ട 2 ഒരു വര വരച്ചു. വീണ്ടും 2 വര, അതേ 2ൽ തന്നെ വര മുകളിലേക്ക് വരച്ചു. 3 വര വരച്ചു. ഇനി അവിടെ C ഇടാതെ. ഓക്കെ, അത്രേ ഉള്ളൂ മക്കളെ. ഹൈഡ്രജൻ നിങ്ങൾ ഫില്ല് ചെയ്യില്ലേ? ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്യാം. CH3 ഇവിടെ 4 ബോണ്ടോട് ഈ കാർബൺ ഇവിടെ ഹൈഡ്രജൻ എഴുതാൻ പാടില്ല കേട്ടോ. CH3 ഹിയർ CH3 ഇവിടെ 2 1 2 3 എണ്ണോട്ട് ആ പോരൻ എഴുതാൻ പാടുള്ളൂ. CH ഇവിടെ 2, അപ്പൊ CH2. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈതോക്സി ബ്യൂട്ടൈൻ. ഈതോക്സി ബ്യൂട്ടൈൻ എന്നാ പറയുന്നത്. അപ്പൊ ഓക്സി കണ്ടാൽ അറിയാം ഒരു ഓയിൽ. ഈതോക്സി എന്ന് പറയുമ്പോൾ 2 കാർബൺ, ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ. അത്രേ ഉള്ളൂ. ഈത് 2 കാർബൺ, ബ്യൂട്ട് 4 കാർബൺ. ഇനി അതിന് ഫില്ല് ചെയ്താൽ CH3 CH2 ശരിയോ? വെരി ഈസി. ബ്യൂട്ടൻ 2 ബ്യൂട്ടൻ 2. ഓക്കെ, അപ്പൊ ഇവിടെ ബ്യൂട്ട് ഉള്ളതുകൊണ്ട് 4 കാർബൺ 1 2 3 4. ഈ 1 വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഓയിഡ് CO കിട്ടിയോ? ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 CH2 ഇവിടെ ഓൾറെഡി 4 ബോണ്ടായി. ദെൻ CH2. ദാറ്റ്സ് ഓൾ. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ കാർബൺ ആണ്. സോറി, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പെന്റ് 1YN. പെന്റ് 1YN. പെന്റ് കണ്ടാൽ നമുക്കറിയാം 5 കാർബൺ വേണം. 1, 2, 3, 4, 5. 1YNE. YNE വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. അപ്പൊ ഇവിടെ 3 ഉണ്ട്, ഒരെണ്ണം ബാക്കി വരുമ്പോൾ CH. ഇവിടെ 1, 2, 3, 4 നമ്മൾ ഈ കാർബണിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്തത്. ഇവിടെ വരുമ്പോ CH2, CH2, CH2. ഓക്കെ, അടുത്തത് ABCD E ആണ് അല്ലെ? E. ഓക്കെ, E വരുന്നത് ഹെക്സൻ. ഹെക്സൻ 2-ol. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹെക്സൻ 2-ol. ഹെക്സ് എന്ന് പറയുന്നത് എന്താണ്? 6 കാർബൺ. 1, 2, 3, 4, 5, 6 കാർബൺ. ഇവിടെ ഹൈഡ്രജൻ ഓയിൽ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ചേർക്കേണ്ടത് OH. അത് മറക്കരുത്, OH. രണ്ടാമത്തെ കാർബണിൽ OH. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 1, 2, 3 ബോണ്ടായപ്പോ ഒരു ഹൈഡ്രജൻ 1, 2, അപ്പൊ 2 ഹൈഡ്രജൻ 1, 2, 2 ഹൈഡ്രജൻ 1, 2, 2 ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ. ഓക്കെ, അടുത്തത് 3 ബ്രോമോ ഹെക്ടേൻ. ABCDEF. 3 ബ്രോമോ ഹെക്ടേൻ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3 ബ്രോമോ ഹെക്ടേൻ. അപ്പോ ഹെപ്റ്റ് ആണ് നമുക്കറിയാം 7. 7 കാർബൺ വേണം. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 7 കാർബൺ വേണം. ബ്രോമിൻ ആഡ് ചെയ്യണം. മൂന്നാമത്തെ കാർബൺ 1, 2, 3. ഇവിടെ ബ്രോമിൻ ആഡ് ചെയ്യണം. കേട്ടോ, ഈ ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നതാണ്. CH3, CH2. 3 എണ്ണമായപ്പോൾ ഒരു ഹൈഡ്രജൻ. CH2, 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 CH2. So 3 ബ്രോമോ ഹെക്ടേൻ. അടുത്തത് G. പെന്റനാൽ. അപ്പൊ പെന്റ് വന്നുകൊണ്ട് 5 കാർബൺ. 1, 2, 3, 4, 5. 5 കാർബൺ. ഓക്കെ. ഏൽ എന്ന് വെച്ചാൽ എന്താ? CHO വരുമ്പോഴാണ് ഏൽ. അപ്പൊ ഈ അവസാനത്തെ ഹൈഡ്രജൻ കാർബണിന്റെ ഒപ്പം നിങ്ങൾ CHO ചേർക്കാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോട് കൂടെ വേറെ CH ചേർത്ത് നോക്കിയത്. കാരണം ആ CHOയിലുള്ള കാർബണ് 1, 2, 3, 4, 5 മൊത്തം 5 വരാൻ പാടും. ഞാൻ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. CH3, CH2, CH2, CH2. ഓക്കെ, കഴിഞ്ഞോ? ഇനിയുണ്ടോ? അപ്പൊ ഇനിയില്ല. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് സ്ട്രക്ചറും പേരും തരും. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, തെറ്റില്ലെങ്കിൽ വിട്ടേക്ക്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അങ്ങനെയായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പൊ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേര് എഴുതണം എന്നുള്ളതാണ്. തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ലെറ്റർ. അപ്പൊ അത് ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക നിങ്ങൾ, സ്ട്രക്ചറും തരും പേരും രണ്ടും നിങ്ങൾക്ക് തന്നു. പേരും തന്നു, പക്ഷെ അത് തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം, തെറ്റില്ലെങ്കിൽ വിട്ടേരും. ഒന്ന് നോക്കാം. നമ്മളപ്പോ ഇവര് തന്നെ പേരൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ഇതിന്റെ ഒരു പേരിടാം. എന്നിട്ട് നമ്മുടെ പേര് ഈ പേര് സെയിം ആണെങ്കിൽ എന്താണ്? ഓക്കെ, തെറ്റൊന്നുമില്ല. സെയിം അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് തെറ്റുണ്ടെന്ന് പറയാം. നോക്കാം നമുക്ക്. ഇപ്പൊ ഇവിടെ 1, 2, 3, 4, 5 5 കാർബൺ. 1, 2, 3, 4, 5 5 കാർബൺ. 1, 2, 3, 4, 5 5 കാർബൺ. എങ്ങനെ ഇട്ടാൽ 5? അപ്പൊ ഇങ്ങനെ ഇട്ടാം. ഈ ബ്രാഞ്ചിൽ ഇത് 2 കാർബൺ ഉള്ളതുകൊണ്ട് ഈ താഴെ. ഓക്കെ, അപ്പോൾ നോക്കി ഇതിൽ വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഇനി പൊസിഷൻ നോക്കാം. 1, 2, 3, 4, 5. ഇത് എന്ത് ഈതയിലാണ്? 3 ഈതയിലാണ്. എത്ര കാർബൺ ഇവിടെ? 5 കാർബൺ. പെന്റ് ഇവിടെ എന്താ എഴുതിക്കണവര്? 2 ഈതയിലാണ് എഴുതുന്നത്. അപ്പൊ അത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ തെറ്റ് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ 2 മാറ്റി 3 ആക്കിയാൽ ഉത്തരം ശരിയായി. 3 ഈതയിൽ പെന്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാണ്? 5 കാർബൺ ഉള്ളത് കൊണ്ട് പെന്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇനി ബ്രാഞ്ച് ഈതയില്
ഈഥേലിന്റെ പൊസിഷൻ 3. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിനെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. ഇവിടെ കീറ്റോൺ ആണുള്ളത്. കീറ്റോൺ CO കണ്ടു കഴിഞ്ഞാൽ കീറ്റോൺ ആണ്. അതിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടാം. 5 കാർബൺ വന്നു, അപ്പൊ പെന്റ്. ഓക്കെ, കീറ്റോൺ 2 വന്നു, അപ്പൊ 2. CO ആയോണ്ട് 1. അത്രേ ഉള്ളൂ. അത് സെയിം ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഒന്നും തിരുത്തേണ്ട ആവശ്യം, നിങ്ങൾ എഴുതി വെക്കണം എന്താണ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് പറയുന്നത്. തെറ്റൊന്നുമില്ല. ഇവിടെ നിങ്ങൾ എഴുതിക്കണം ദ നെയിം ഈസ് റോങ്, പൊസിഷൻ എന്താണ് 3 ആണ് എഴുതണം. കറക്റ്റ് പൊസിഷൻ ഓഫ് ഈഥേൽ റാഡിക്കൽ ഈസ് 3 നോട്ട് 2 എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒന്ന് 2 3 4 5 6. 1 2 3 4. പിന്നെ ഒരു ട്രിപ്പിൾ ബോണ്ട് CC. ഇതിൽ തന്നേക്കുന്ന പേര് X3. ഓക്കെ, ഇതാണ് മൂന്നാമത് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്തുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഇതിന്റെ പേര് X3YN എന്നാണ്. നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ഏറ്റവും കുറഞ്ഞ നമ്പർ ഉണ്ടാവും 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ ഉള്ളതുകൊണ്ട് ഹെക്സ്. ഓക്കെ, ഈ പറയുന്ന ഇത് രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പൊസിഷനിൽ എഴുതേണ്ടത്. 3 എന്ന് പറഞ്ഞ തെറ്റാണ്. ദിസ് ഇസ് റോങ്. ആക്ച്വലി 2 ആണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് Y. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള പേര് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, അതായത് ലെറ്റേഴ്സ് എസ്എസിലെ നമ്മുടെ IUPAC നെയിമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CC 2C 3 4 5C. ഓക്കെ, ദെൻ ഇവിടെ 2 ക്ലോറിൻ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്ലോറിൻ. ഓക്കെ, ഇതിന്റെ പേര് അവര് തന്നിരിക്കുന്നത് 2,3 ഡൈ ക്ലോറോ പെന്റേൻ. ഇതാണ് അവർ തന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ലോങ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇടണം. കാരണം ഇവിടെ നമ്പർ ഇടുമ്പോൾ ഫസ്റ്റ് നമ്പർ തന്നെ 3 ആണ് വരാം. അപ്പൊ അങ്ങനെ പറ്റില്ല. ഏറ്റവും ഫസ്റ്റ് നമ്പർ കുറവ് നമ്പർ 2 ഇടാം. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ തന്നെ ഇവിടെ തെറ്റാന്ന് മനസ്സിലായി. ഡൈ അല്ല വരാം, ട്രൈ ആണ്. അത് 2ലും പിന്നെ 3ലും. 2,2,3 ട്രൈമീറ്റ്. എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉള്ളതുകൊണ്ട് പെന്റ്. സാർ നേരത്തെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്തവരാണെങ്കിൽ സാർ ഇപ്പൊ എഴുതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇടയിൽ കയറി പഠിക്കാൻ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ പാർട്ട് 1 മുതൽ 4 വരെ കണ്ടിന്യൂസ് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം കാണുക. അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി ഒരു സിംഗിൾ ടോപ്പിക്കും കൂടി ഈ വീഡിയോയിലുണ്ട്. അതായത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണ്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതുകൂടി നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ ക്ലാസ് കഴിയും. ഓക്കെ, ഇപ്പൊ മക്കളെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അതെന്താണെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് സാറ് ഇവിടെ എഴുതുന്ന ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കുക. CCC എന്താണ് ഇതിന്റെ പേര്? പ്രൊപ്പെയിൻ. ഓക്കെ, ഇതേ ആള് സാർ ഇങ്ങനെ ജോയിൻ ചെയ്യും. കണ്ടോ? അപ്പൊ ഇവര് തമ്മിൽ എന്താണ് ഇങ്ങനെ പരസ്പരം ജോയിന്റ് ആയി. അപ്പൊ നിങ്ങൾ ഒരു സൈക്ലോ എന്ന വാക്കും കൂടി അതിന്റെ കൂടെ ചേർക്കാം. സൈക്ലോ പ്രൊപ്പെയിൻ. കണ്ടോ? 3 കാർബൺ. ഇതുപോലെ 4 കാർബണിന്റെ വരുമ്പോ ഇങ്ങനെ വരും. എന്താണ്? സൈക്ലോ ബ്യൂട്ടേൻ. 4 കാർബൺ. ഈ സൈക്ലോ എന്ന വാക്ക് ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് റിംഗ് സ്ട്രക്ചർ ആയതുകൊണ്ട്. റിംഗ് സ്ട്രക്ചർ ആണ്. ഇതുപോലെ 5 എണ്ണം വന്നാൽ എങ്ങനെ വരും? 5 എണ്ണം. ഇത് 5 എണ്ണം. അപ്പൊ സൈക്ലോപെന്റേൻ. ഓക്കെ, സിമിലർലി 6 എണ്ണം വന്നാലോ? 6 എണ്ണം. അതാണ് നമുക്ക് വേണ്ടത്.
6 വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 6 വന്നാൽ 1 2 3 4 5 6 ഇങ്ങനെയാണ് ഓപ്പൺ ചെയിൻ ഓപ്പൺ ചെയിൻ. അതായത് ഇവിടെ ആൾക്കാർക്ക് വന്ന് ചേരാം. ഇതിന്റെ പേര് HEXANE ഹെക്സെയിൻ ആണോ. എന്നാൽ ഇതേ ആള് തന്നെ നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് ചെയിൻ കണ്ടോ 1 2 3 4 5 6 ഇങ്ങനെ വന്ന് നമ്മൾ ഇതിന്റെ മുന്നിൽ ചേർക്കണം സൈക്ലോ ഹെക്സെയിൻ. ഇത് ക്ലോസ്ഡ് ചെയ്യണം. ഓക്കെ, ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് ആലിഫാറ്റിക്. ഇതാണ് നിങ്ങൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ആലിഫാറ്റിക് ആയിട്ടുള്ള ഹെക്സെയിൻ, മീഡിയൻ, അങ്ങനെയുള്ള. ഇത് റിംഗ് സ്ട്രക്ചർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആലിഫാറ്റിക്കിന്റെ തന്നെ അണ്ടറിൽ വരുന്നതാണ് ആലിസൈക്ലിക്. ശരിയോ? അപ്പൊ ആദ്യം തന്നെ ഈ 2 ടേം മനസ്സിലാക്കണം. ആലിഫാറ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മീഡിയൻ, ഈഡിയൻ, പ്രൊപ്പൈൻ, വൈഗേനിയ ഒക്കെ വരുന്ന നീളത്തിലുള്ളൂ. ഓക്കെ, ചെയിനൊക്കെ ആയിട്ട് വരും. പക്ഷെ റിംഗ് അല്ല. റിംഗിൽ വന്നാൽ അതിന്റെ പേര് ആലിസൈക്ലിക് എന്നാണ്. ചേർക്കേണ്ട പ്രിഫിക്സ് സൈക്ലോ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അങ്ങനെ എഴുതി. വേണം വന്നാൽ സൈക്ലോ, ഹെപ്റ്റൈൻ, എത്ര വന്നാൽ സൈക്ലോ, അങ്ങനെ പോവാം. നമുക്ക് വേണ്ടത് ഈ 6 വരുന്ന ഒരാളെ, ഇയാളിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട്, അതായത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇപ്പൊ ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ടായി? 1 2 3 ഒരു ഹൈഡ്രജൻ ബോണ്ട്. ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ടായി? 1 2 3. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് എഴുതാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഈ കാർബൺ ഇപ്പൊ 1 2 3 4 ആയി. ഈ കാർബണെ സംബന്ധിച്ച് 1 2 3 4 ആയി. ഇനി ഇവിടെയും ഡബിൾ ബോണ്ട് ഇടാൻ പറ്റത്തില്ല, ഇവിടെ ഇടാം. അപ്പൊ എന്താവും? ഇവിടെ ഒരു ഹൈഡ്രജൻ വന്ന് കയറും, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്ന് കയറും. ഈ കാർബൺ സംബന്ധിച്ച് ഇവിടെ 1 2 3 4 4 ബോണ്ടായി. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റില്ല, ഇവിടെ ഇടാം. കണ്ടോ? അപ്പൊ ഇവിടെ 1 2 3 4 ഹൈഡ്രജൻ ബോണ്ട് കയറും. 1 2 3 4 ഹൈഡ്രജൻ ബോണ്ട് ചേരും. ഇങ്ങനെ വന്നാൽ ഇതിന്റെ പേരെന്താണെന്ന് അറിയൂ? ഇങ്ങനെ വന്നാലുള്ള ഇയാളുടെ പേരെന്താണെന്ന് അറിയൂ? ഇയാളുടെ പേരാണ് ബെൻസീൻ. എന്താണ്? സൈക്ലോ ഹെക്സീൻ എന്നല്ല ഇതിന്റെ പേര്. ഇതിന്റെ പേര് ബെൻസീൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ എത്ര കാർബൺ നോക്കി? 6 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. കണ്ടോ? കാർബണിന്റെ എണ്ണോ ഹൈഡ്രജൻ എണ്ണോ സെയിം. ഈ ഒരു കോമ്പൗണ്ടിനെയാണ് ബെൻസീൻ എന്ന് പറയുന്നത്. എന്താ അതിന്റെ പേര്? ബെൻസീൻ. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ മാറി അവിടെ OH വന്നാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഫീനോൾ എന്ന് പറയുന്നത്. ഫീനോൾ കണ്ടോ? ശരിയോ? എന്നാൽ ഇവിടെ OH പകരം വരുന്നത് എന്താണ്? COH ആണെന്ന് വിചാരിക്കും. അതായത് ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കും. എങ്കിൽ ഇതിന്റെ പേര് ബെൻസ് എഴുതാം. ആദ്യം ബെൻസോയിക് ആസിഡ്. കണ്ടോ? ഇനി ഇവിടെ ആൾക്കാർ വരുന്നതനുസരിച്ച് മാറും. ഇവിടെ CH3 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേര് ടോളുവിൻ. ഇത് NO2 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേര് നൈട്രോ ബെൻസിൻ. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് സാറ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? OH വന്നാൽ അതിന്റെ പേര് OH ആണ് വരുന്നെങ്കിൽ അതിന്റെ പേര് ഫീനോൾ. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് COOH ആണെങ്കിൽ അതിന്റെ പേര് COH വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് ബെൻസോയിക് ആസിഡ്. ഓക്കെ, ബെൻസോയിക് ആസിഡ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ഇവർ വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പൊ സാറ് എന്താണ് മറ്റു രണ്ടിൽ വ്യത്യാസമുണ്ട്. ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു റിങ് ആരായിരിക്കും? ഒരു റിങ് എപ്പോഴും ആരായിരിക്കും? ബെൻസീൻ ആയിരിക്കും. അവിടെ അതിന്റെ ഒരു സ്ഥലത്ത് ഇവിടെ OH വരാം, വേണമെങ്കിൽ ഇവിടെ OH CH3 വരാം, അങ്ങനെ പലതും വരാം. എനിവേ ഒരു റിങ് ആരായിരിക്കണം? ബെൻസീൻ ആയിരിക്കും. സോ ബെൻസീനും ബെൻസിന്റെ ഡെറിവേറ്റീവ് ആയിട്ടൊരു വലിയ ലോകം പഠിക്കാനുണ്ട് നിങ്ങൾ പ്ലസ് ഓർഗാനിക് കെമിസ്ട്രി. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 റിങ് വരാം. അപ്പൊ ബെൻസിന്റെ ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു റിങ്, കൂടാതെ ഇങ്ങനെ ഒരു റിങ് വരാം. ഉണ്ടോ? പക്ഷെ ഒരു റിങ് ബെൻസീൻ, അടുത്തും ബെൻസീൻ, അങ്ങനെ 2 ബെൻസീൻ വന്നാലും നോ പ്രോബ്ലം. പക്ഷെ ഒരു ബെൻസീൻ എങ്കിലും കൂടെ ഉണ്ടാവണം. മനസ്സിലായോ?
അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുക്കുമ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ താഴെ വായിച്ചു നോക്കുക. അപ്പോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ടുകൾ ഇതുപോലെ കിട്ടും. അവര് ഹൈഡ്രജൻ ഒക്കെ ഫില്ല് ചെയ്യാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് OH ഇട്ടേക്കുന്നതാണ്. നിങ്ങൾ അതിന്റെ താഴെ നിങ്ങളുടെ പേര് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫീനോൾ. കണ്ടോ? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇട്ടിട്ട് ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇട്ടിട്ട് COH എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് സാർ നേരത്തെ പറഞ്ഞ ബെൻസോയിക് ആസിഡ്. ഇവിടെ രണ്ട് സ്ഥലത്ത് നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ആരെയാണ്? ബെൻസീൻ. അപ്പൊ അതും പഠിച്ചു വെക്കണം. ബെൻസീൻ വെരി ഇമ്പോർട്ടന്റ്. ഇത്ര കുറച്ചല്ലേ പഠിക്കാനുള്ളൂ, അപ്പൊ അത് പഠിച്ചു വെക്കണം. ബെൻസീൻ. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു കമന്റ് എങ്കിലും എല്ലാവരും കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുകയോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം ഞങ്ങൾ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ വ്യൂസ് വരുമ്പോഴാണ് എനിക്ക് അടുത്ത പാർട്ട് ഇടാനുള്ള ഒരു പ്രചോദനമാവും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. കമന്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് എന്തായാലും ചെയ്യും. 1-2 പേര് മാത്രമാണ് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നുള്ളൂ. അത് പോരാ, നമുക്ക് കുറെ കമന്റ്സ് വേണം. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ആയിരിക്കും നോക്കും ക്ലാസ് എങ്ങനെയാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു സാർ, കുഴപ്പമില്ല, അതും സാർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഐസോമെറിസം എന്താണെന്ന് ബാക്കി കാര്യങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റസ് കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.